അത്ഭുതങ്ങളുടെ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ വാക്കു പറഞ്ഞ് മാറാത്ത ദൈവമാണ്. എനിക്ക് പല ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എസെക്കിയേലിന്റെ ഭാഗത്തിൽ നാം ഒരു ഭാഗത്ത് കാണുന്നു. ആമേൻ. എസെക്കിയേൽ 37:1 മുതൽ വായിക്കുമ്പോഴേ പ്രവാചകനെ ഒരു താഴ്വരയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുകയാണ്. ഹല്ലേലൂയ. ആ താഴ്വര അസ്ഥികൂടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അസ്ഥികൂടങ്ങൾ ദേ ആർ ഡ്രൈ. അത് ഏറ്റവും ഉണങ്ങിയതാണ്. അത് പരപ്പിൽ ചിതറി കിടക്കുന്നു. ഹല്ലേലൂയ. പരപ്പിൽ ചിതറി കിടക്കുന്ന അസ്ഥികൂടങ്ങൾ. വല്ല പ്രത്യാശയുണ്ടോ? ഒരു പ്രത്യാശയുമില്ല. ഹല്ലേലൂയ. എന്തൊരു കൊള്ളാം! ഈ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് കിടക്കുകയാണ്. ആമേൻ. ഒരു പ്രത്യാശയുമില്ല. അവർ പറയുന്നു, ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് ഈ അസ്ഥികൂടങ്ങളെ പറ്റി പറയുന്നത്. ഇസ്രായേൽ ജനം പരക്കെ കിടക്കുകയാണ്. ഒരു പ്രത്യാശയുമില്ല. അവരിപ്പം പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് യാതൊരു പ്രത്യാശയുമില്ല. ഇന്ന് ചില ജീവിതങ്ങളുടെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, തീരെ പ്രത്യാശയില്ലാത്ത ചില അനുഭവങ്ങൾ നിന്റെ ഭവനത്തിലുണ്ട്. ഈ പകൽക്കാലം ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ആരാധനയ്ക്ക് വരുമ്പോഴൊക്കെ നല്ല സന്തോഷമാണ്. ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ സാക്ഷി പറയുവാനൊക്കെ, ദൈവവചനം കേൾക്കുമ്പോൾ. എന്നാൽ ഒറ്റയ്ക്ക് നിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ നിന്നെ നിരാശപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അത് 37:13 വായിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവരെ ഓർപ്പിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്നെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആമേൻ. ശവക്കുഴിയിൽ നിന്ന് കയറ്റി നിന്നെ ഒരു സൈന്യമാക്കി മാറ്റുമ്പോൾ അന്ന് ഞാൻ യഹോവയെന്ന് നീ അറിയും. ദൈവത്തിന് സ്തോത്രം. യഹോവയെന്ന് നീ അറിയും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെടുകയായിരിക്കും. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിനൊരു തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാവുന്ന ഒരു വാഗ്ദത്തം തരികയാണ്. ഹല്ലേലൂയ. അത് നിനക്കുള്ള വാഗ്ദത്തമാണ്. സ്തോത്രം. ആമേൻ. നിന്നെ ആമേൻ ഹല്ലേലൂയ ഇസ്രായേലേ നിന്നെ ശവക്കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഒരു ചിതറിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മടക്കി വരുത്തി ഒരു സൈന്യമായി നിർത്തുന്ന സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് കിടക്കുന്ന എവിടാ? ഇന്ന് പോയിന്റ് എ കിടക്കുന്നേ ഉള്ളൂ. ഇന്ന് കണ്ടാൽ യാതൊരു പ്രത്യാശയുമില്ല, ചിതറിക്കിടക്കുകയാണ്. എന്നാൽ വാഗ്ദത്തം എന്താണ്? പോയിന്റ് ബി. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടത് ഇവിടെയാണ്, നിന്നെ എത്തിക്കേണ്ടത്. എന്നാൽ ഇന്ന് ഇരിക്കുന്ന ഇവിടെ. ഹല്ലേലൂയ. എന്നാൽ ഈ പോയിന്റ് എയിൽ നിന്ന് ഈ പോയിന്റ് ബിയിലേക്ക് ചെല്ലണമെങ്കിൽ ചില സ്റ്റെപ്പുകളുണ്ട്. ആമേൻ. വാഗ്ദത്തം നിനക്കുള്ളത്, നീ പോയിന്റ് ബിയിൽ എത്തും. ആമേൻ. വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. നീ പോയിന്റ് ബിയിൽ എത്തേണ്ടത് ദൈവത്തിന്റെ പ്ലാനാണ്. എന്നാൽ ഇവിടെ നിന്ന് ചില ആമേൻ സ്തോത്രം, ഇതിന്റെ ഇടയിൽ ആമേൻ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ എന്ത് ചെയ്യണം? നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി, ഹല്ലേലൂയ, ഈ താഴ്വരയിൽ ചുറ്റി നടക്കുന്ന അസ്ഥികളെ നോക്കി നീ ഒന്ന് ചുറ്റി നടക്കണം. നീ ഒരു ആത്മഭാരം എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ചിലപ്പോൾ രാത്രികാലം ഇതിനെ ഉണർത്തി പ്രാർത്ഥിക്കും. 2 മണിക്ക് 3 മണിക്ക് ഇതിനെ ഉണർത്തും. ഹല്ലേലൂയ. നീ ആത്മഭാരം ഏറ്റെടുക്കുമെങ്കിൽ ഹല്ലേലൂയ ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ കണ്ടുകൊണ്ട് ആമേൻ സ്തോത്രം, നീ ആത്മഭാരം ഏറ്റെടുക്കുമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ വിടുതല്, ഹല്ലേലൂയ, വലിയ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രോമിസിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ ആമേൻ. അത് താമസിച്ചാലും അത് നിശ്ചയമായും വരും. ഹല്ലേലൂയ. അത് നിശ്ചയമായും വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തൻ. അതുകൊണ്ട് വേഴ്സ് 4 പറയുന്നു, നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. എങ്ങനെ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കുന്നത്? കണ്ടാൽ ഡ്രൈ, ഒരു പ്രത്യാശയുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ കണ്ടിട്ട് നമ്മൾ പറയും, ചില കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് അവരുടെ സ്വഭാവവും അവരുടെ രീതിയല്ല, അല്ലേ? ശരിയാണോ? ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അമേരിക്കയിൽ അങ്ങനെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ അവരുടെ പോക്ക്, അവരുടെ വരവൊക്കെ കണ്ടാൽ നമുക്ക് വളരെ ഭാരം തോന്നും. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഞാൻ പറയട്ടെ, ചില പേരൻസ് ആയിരിക്കുന്ന നമുക്ക്, മാതാപിതാക്കന്മാർ നമുക്ക് ചില അധികാരം ദൈവം തന്നിട്ടുണ്ട്.
നമ്മുടെ വായിൽ തന്നെ ജീവനും മരണവും ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ ചുറ്റുപാട് ഈ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചില ആമേൻ ദൈവം ചില അധികാരങ്ങളെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും തന്നിട്ടുണ്ട്. അവരുടെ മേൽ ബ്ലെസ്സിങ് ഹല്ലേലൂയ ആമേൻ അവരുടെ മേൽ അനുഗ്രഹം എന്ന് വിളിച്ചു പറയുമെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ പോകുകയാണ്. എന്നാൽ അവർ നെഗറ്റീവായിട്ട് നടക്കുമ്പോഴും ആമേൻ ചിലപ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രതീക്ഷയ്ക്ക് എതിരായിട്ടായിരിക്കും അവർ നടക്കുന്നത്. അവർ റോങ് വഴിയിൽ റോങ് കൂട്ടുകാരുമായിട്ട് ചീത്ത കൂട്ടുകെട്ടുകളിലെ ചീത്ത സംസാരവുമായിട്ടൊക്കെ പോകുന്നിരിക്കും. നിന്നെ വളരെ ഭാരപ്പെടുത്തും. എന്നാൽ ഹല്ലേലൂയ അവരെ നീ സ്നേഹിക്കുമെങ്കിൽ ഹല്ലേലൂയ അവരോട് ഹല്ലേലൂയ അവരെ നീ അനുഗ്രഹിക്കുമെങ്കിൽ ദൈവം വലിയ വിടുതലുകൾ നടക്കും. അവർ എപ്പോഴും ചില പേരൻസ് കണ്ടിട്ടുണ്ട് എപ്പോഴും വഴക്കാം. അവരോട് ഇങ്ങനെ ഹാർപ്പിംഗ് എന്ന് പറയും. ഇവിടെ എപ്പോഴും ക്രിട്ടിസൈസിങ്. നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. മലയാളത്തിൽ പറഞ്ഞ എന്തുവാ ക്രിട്ടിസൈസിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കം പറഞ്ഞ് എപ്പോഴും ഐ നോ കിഡ്സ് ആർ നോട്ട് എല്ലാ ദിവസവും അവർ നല്ല പിള്ളേരല്ല. എന്നാലും നീ ഓർക്കണം, വാഗ്ദത്തം ഓർക്കണം. എൻ്റെ പൈതലിൻ്റെ മേലുള്ള വാഗ്ദത്തം ഇങ്ങനല്ല, ഞാൻ ഇന്ന് കാണുന്നതല്ല. അത് നോക്കിയാൽ നിനക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. നീ ഓർക്കണ്ടേ ആമേൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള വാഗ്ദത്തം ഓർത്തുകൊണ്ടാൽ ഹല്ലേലൂയ നിനക്ക് അവരെ അനുഗ്രഹിക്കുവാൻ കഴിയും. ഹല്ലേലൂയ അവർ റോങ് ആയിട്ട് ഭവനത്തിൽ മടങ്ങി വന്നാലും ആമേൻ അവരോട് പറയണം യു ആർ എ ബ്ലെസ്ഡ് ചൈൽഡ്. ഹല്ലേലൂയ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഐ ആം സോ പ്രൗഡ്. എനിക്ക് നിന്റെ മമ്മി ആയിരിക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് പറയും ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. റോങ് ചെയ്യുമ്പോഴും സ്നേഹിക്കാൻ പറ്റുമോ? യേശു കാണിച്ച മാതൃക അതാണ്. തെറ്റ് കാണിച്ചെന്നിരിക്കും അമ്മ ശിക്ഷിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ സ്നേഹത്തോടെ അവരെ എത്തിക്കേണ്ടത്, അവരോടൊന്ന് ചേർന്ന് നടക്കുമെങ്കിൽ, അവരെ ഒന്ന് സ്നേഹിക്കുമെങ്കിൽ, അവരൊന്ന് മനസ്സിലാക്കണം മൈ മമ്മി ലവ്സ് മീ, മൈ ഡാഡി ലവ്സ് മീ. അവർ ആ സ്നേഹം ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ എത്ര ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ കുറച്ച് നാളൊക്കെ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ദേശത്തെ ഒരു ഡാഡി ഇതുപോലെ ഭയങ്കര നല്ല ദൈവഭക്തനായ ഒരു പാസ്റ്റർ ദേവദാസൻ. ആ പാസ്റ്ററുടെ മോള് വളരെ റോങ് ആയിട്ട് വഷളായിട്ട് ഇങ്ങനെയെല്ലാം നടക്കും. രാത്രിയിലെല്ലാം ഒത്തിരി ലേറ്റ് 12 മണി 2 മണി ആയാലും വീട്ടിൽ വരത്തില്ല. ഈ ഡാഡി എന്നും കരച്ചില്ല, ഉറങ്ങാനൊക്കത്തില്ല, എന്നും പ്രാർത്ഥന. ഒരു ദേവദാസനാണ്. ദേവദാസന്റെ പൈതൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ സഭയ്ക്ക് പോലും നേരെ നിന്ന് ശുശ്രൂഷിക്കുവാൻ പോലും കഴിയാതെ വളരെ ഭാരപ്പെട്ട് തിങ്ങി നിൽക്കുന്ന വേദനയുമായിട്ടാണ് ദിവസം കടന്നു വരുന്നത്. ആ പിതാവ് ദൈവത്തോട് ഒരു പ്രാവശ്യം ചോദിച്ചു, എൻ്റെ ദൈവമേ നീ ഇത് കാണുന്നില്ലയോ? ഞാൻ നിന്നെ ശക്തമായി സ്നേഹിച്ചും സേവിച്ചും ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഞാൻ നിന്നു, എൻ്റെ പൈതൽ പോകുന്നത് നീ കാണുന്നില്ലയോ? വളരെ ഭാരത്തോടെ ആ പിതാവ് ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം മറുപടി ഇങ്ങനെ പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പം ആ ദേവദാസൻ പറഞ്ഞു, കർത്താവേ എൻ്റെ പൈതല ഞാൻ സ്നേഹിക്കുന്നില്ലയോ? ആമേൻ. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മൾ പലപ്പോഴും നമ്മൾ അവരെ മനസ്സിലാക്കത്തില്ല. നമ്മളെ അല്പസമയം കിട്ടിയാൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, വഴക്ക് പറയുക. ഒരു സർവേ നടന്നതനുസരിച്ച് 36 മിനിറ്റ്സ് ലെസ് ദാൻ 36 മിനിറ്റ്സ് കുറവാണ് ഒരു മാതാപിതാവ് പൈതലുമായിട്ട് സംസാരിക്കുന്ന സമയങ്ങളെന്ന് പറയുന്നത്. അതിൽ 30 മിനിറ്റ് എന്തോ നമ്മൾ ചെയ്യുന്നത് അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വഴക്ക് ശിക്ഷിക്കേണ്ടാണെന്നല്ല, എന്നാൽ അവരെ സ്നേഹത്തോടെ ദൈവം മറുപടി പറഞ്ഞു, നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പം ആ ദേവദാസൻ പറഞ്ഞു സ്നേഹിക്കുന്നത്. പക്ഷെ പറഞ്ഞു ഇനി നീ വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവളെ ക്രിട്ടിസൈസ് ചെയ്യാതെ നീ സ്നേഹിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ ദേവദാസൻ ഇവള് 2 മണിക്കും 12 മണിക്കും 2 മണിക്കും രാത്രിയിലൊക്കെ കയറി വരുമ്പോൾ അവൾക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പറയും, മോളെ ഐ മെയ്ഡ് സം സ്പെഷ്യൽ ഫുഡ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് അവരെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇവള് ചിലപ്പം കുടിച്ചൊക്കെ ആയിരിക്കും, കുടിച്ച് ഡ്രഗ്സ് ഒക്കെ അടിച്ചായിരിക്കും വരുന്നത്. എന്നാൽ അവളെ വിളിച്ച് ഒരുമിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡാ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നെല്ലാം പറഞ്ഞ് ഹല്ലേലൂയ എത്ര ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും ആ ചില ദിവസങ്ങൾ അവൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുവാൻ തുടങ്ങി. അവളോട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യു ആർ എ ബ്ലെസ്ഡ് ചൈൽഡ്, ഹല്ലേലൂയ ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ ഉണ്ട്. അങ്ങനെയെല്ലാം അവളോട് പറഞ്ഞ് ഞാൻ പറയട്ടെ 3 മാസമേ എടുത്തുള്ളൂ അവളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് വരുവാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലെ മാതാപിതാക്കന്മാരോട് പ്രത്യേകം ഞാൻ പറയുകയാണ്,
ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവരെ നോക്കി ആമേൻ ഉണങ്ങിയ അസ്ഥികളെ നോക്കി നീ ഒന്ന് പ്രവചിക്കണം. ഹല്ലേലൂയ. യു ആർ എ ബ്ലെസ്ഡ് പേഴ്സൺ. ഹല്ലേലൂയ. ദൈവീയ വാഗ്ദത്തങ്ങൾ ഓർത്ത് നെഗറ്റീവ് സിറ്റുവേഷനിൽ കാണുമ്പോഴും അവരെ നോക്കി പറയണം, യു ആർ എ ബ്ലെസ്ഡ് ചൈൽഡ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി ഇപ്പോൾ ജോലിയിൽ പ്രയാസമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ പഠിത്തത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല. ഉയർച്ച വരുന്നത് യഹോവയിൽ നിന്ന് ഉയർച്ച വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റാരും നിന്നെ ഉയർത്തിയില്ലെന്നിരിക്കും. എന്നാൽ ഹല്ലേലൂയ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ ദൈവത്തിന്റെ കാര്യങ്ങളിൽ താണിരിക്കുന്ന പൈതലിനെ തക്ക സമയത്ത് ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. നാം വിളിച്ചു പറയണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നെഗറ്റീവ് എന്തുമായിക്കൊള്ളട്ടെ, ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വചനം വിളിച്ചു പറയുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവീയ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുമെങ്കിൽ, ഹല്ലേലൂയ, പെട്ടെന്ന് വിടുതലാണ് അവിടെ നടക്കുന്നത്. നമ്മൾ വായിക്കുന്നു, ഉണങ്ങിയ അസ്ഥികൾ, ചിതറിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി പ്രവചിച്ചു. അസ്ഥികളെല്ലാം ജോയിന്റ് ആയി. ഹല്ലേലൂയ. ഓരോരോ അസ്ഥികൾ അതതിന്റെ സ്ഥാനത്ത് വന്നു. ഹല്ലേലൂയ. ഓർഡറായി. എന്നാൽ ഹല്ലേലൂയ ഇപ്പോൾ നല്ല ഓർഡറൊക്കെ ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ ഒരു കാര്യമില്ല, ജീവനില്ല, ഒരു റിവൈവൽ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ മേൽ ഒരു ശ്വാസം ഊതുമ്പോൾ, ഹല്ലേലൂയ, കാറ്റിനോട് നോക്കി പ്രവചിക്ക. ഹല്ലേലൂയ. കാറ്റേ, നാല് ദേശത്തു നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഹല്ലേലൂയ കാറ്റ് ഊതുമ്പോൾ, ഹല്ലേലൂയ, ഒരു സൈന്യമായി അവരുടെ മേൽ മാംസം വെച്ചു, ജീവൻ വെച്ചു. ആമേൻ. ബ്ലഡ് ഓടുവാൻ തുടങ്ങി, ശക്തി സംഭരിപ്പാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ജനം ഒരു സൈന്യമായി നിവർന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിന്നെ ശവക്കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദൈവം, നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഈ പകൽക്കാലം ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ചില സ്റ്റെപ്പുകൾ നമ്മൾ മുമ്പോട്ട് വെക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചില വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചെങ്കിലേ ആമേൻ ഹല്ലേലൂയ നിനക്ക് അത്ഭുതം കാണാൻ ഒക്കത്തുള്ളൂ. നീ മറ്റു അപ്പുറവും ഇപ്പുറവും നോക്കിയിരുന്ന് അവരെ ആരാധിക്കുന്നില്ലെന്ന് വിചാരിച്ച് നീ ഇരുന്നാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയില്ല. എന്നാൽ ഹല്ലേലൂയ അവരാരാധിച്ചാലും, ഹല്ലേലൂയ, ജനം ആരാധിക്കുന്നോ ഇല്ലയോ എനിക്ക് വിഷയമല്ല. ഹല്ലേലൂയ. ആമേൻ. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നീ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ, നീ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, വലിയ വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ നടക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ആമേൻ. മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവീയ ശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്തെല്ലാം നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും നിന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമാണ്. ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനം ഹല്ലേലൂയ 11:11 വാക്യത്തിലാണ്, 11:13, സോറി, ഹീബ്രു എബ്രായ ലേഖനം, ഞാൻ പറഞ്ഞു പോകാം. എബ്രായ ലേഖനം 11:13 തോന്നുന്നു. ആമേൻ. അവരോ ദൂരവേ വാഗ്ദത്തങ്ങളെ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവർ ദൂരവേ വാഗ്ദത്തങ്ങളെ കണ്ടു. അവര് സാറായി, അബ്രഹാം, അവരോടൊരു ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആമേൻ. സാറ നോക്കുമ്പോൾ ആമേൻ തികച്ചു നടക്കാത്ത സംഭവം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആമേൻ അവർക്ക് പുത്രോത്പാദനത്തിലുള്ള ശക്തിയെല്ലാം തീർന്നുപോയി. എന്നാൽ ബോഡിയെ നോക്കിയാൽ, ചുറ്റുപാട് നോക്കിയാൽ നടക്കത്തില്ല. എന്നാൽ ദൈവീയ വാഗ്ദത്തം അവളുടെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടപ്പോൾ സാറ ചിരിച്ചു. എന്നാൽ ഹല്ലേലൂയ ആമേൻ അവൾ ഒരു കാര്യം തീരുമാനിച്ചു. അവൾ വാഗ്ദത്തം കേട്ടപ്പോൾ, ഹല്ലേലൂയ, അപ്പോൾ 11 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ നമ്മൾ വായിക്കുന്നു, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കാത്ത ദൈവം. നിന്റെ ഇരിപ്പും നിന്റെ ആരാധനയും കാണുമ്പോൾ പറയണം, ഇവള് എന്റെ പൈതലാണ്. ഹല്ലേലൂയ. നിന്റെ ആരാധന കണ്ടു വേണം പറയണ്ടേ. ആമേൻ. I am so proud to be called your God. ഹല്ലേലൂയ. I am so, ദൈവം പറയാണ് ഇവളുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. എന്ത് മുള പേര്? ഹല്ലേലൂയ. ഷെർലി.
ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയണം, ഹല്ലേലൂയ, ഇവളുടെ ദൈവമാണ് ഞാൻ, എന്റെ ദൈവം. ഹല്ലേലൂയ, ഞാൻ ഇവളുടെ ദൈവമെന്ന് പറയുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആരാധന കണ്ട്, ഹല്ലേലൂയ, നിന്റെ നടപ്പ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ഇരിപ്പ് കണ്ട് പറയണം, ആമേൻ, ഞാൻ ഇവളുടെ ദൈവമാണ്, ഞാൻ നിന്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, നീ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ പൈതലെ, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ആമേൻ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും ഞാൻ നിന്റെ പരിചയം. ഹല്ലേലൂയ, ആമേൻ, നീ ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ നിനക്കുള്ള അവകാശമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സേറ അവൾ ഒരു കാര്യം, ഒറ്റ കാര്യം അവൾ ചെയ്തു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ.